ഷാഫിയിലേക്ക് വരാം. ഷാഫി പറമ്പിലിന്റെ ഇന്നലത്തെ ആ എപ്പിസോഡ് ഒരു മിനിറ്റത്തേക്ക് ഞാനൊന്ന് മാറ്റി വെക്കാം. ഞാൻ അതിലേക്ക് ഉറപ്പായിട്ടും വരാം. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം കൂടി ചേർന്നാണ് പല തെരഞ്ഞെടുപ്പ് പ്രചരണം. ഇപ്പൊ നോക്കൂ, നിലമ്പൂർ പോലൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെക്കാട്ടിലും കൂടുതൽ റീൽസ് ഇറക്കിയിരിക്കുന്ന ആൾക്കാർ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും കൂടിയാണ്. ഇവരാണ് ഈ പറയുന്ന ലീഡിംഗ് ഫോഴ്സ്, അല്ലെങ്കിൽ ദ ടോർച്ച് ബെയറർ ഓഫ് ദ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന രീതിയിൽ ഒരു ഇംപ്രഷൻ കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പരിധിവരെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വിജയിക്കുകയും ചെയ്തു. ഞാൻ ആ കഴിഞ്ഞ ദിവസം മുമ്പേ പറഞ്ഞ വി ഡി സതീശന്റെ ശരീരഭാഷയുമായി ചേർത്ത് വെച്ച് എനിക്കൊരു കാര്യം വായിക്കാനുണ്ട്. കാരണം വി ഡി സതീശൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം KPCCക്ക് അകത്ത് ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ എല്ലാം ചേർത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ശക്തമായ ഒരു നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ കുഴപ്പം ഷാഫിയും ഈ യങ് ബ്രിഗേഡോട് ചേർന്ന് നടത്തിയില്ല, അത് സമ്മതിച്ചില്ല. പക്ഷെ വി ഡി സതീശനും KC വേണുഗോപാലും വി ഡി സതീശനും KPCC പ്രസിഡന്റും K മുരളീധരനും സുധീരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ശക്തമായ നടപടിയെടുത്ത് ഇദ്ദേഹത്തോട് MLA സ്ഥാനം വരെ രാജിവെക്കണം, അതിന്റെ എന്ത് കോൺസിക്വൻസ് ആണെങ്കിലും അത് നമുക്ക് സഹിച്ചാലും തെറ്റില്ല എന്ന് ഒരു തീരുമാനം അവരൊരു കൺസെൻസസിൽ എത്തിയിട്ട് അത് നടപ്പാക്കാൻ ഷാഫിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടം ആ ഫ്ലോറിലില്ല എന്ന് വെച്ചാൽ ഷാഫിയുടെ മുന്നിലും ഈ യങ് ബ്രിഗേഡിന്റെ മുന്നിലും വി ഡി സതീശന് നടന്നില്ല. ഇതിന്റെ ഫ്രസ്ട്രേഷനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം കാണിച്ചത്. അത് നമുക്ക് അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി നിന്ന ആൾക്കാർ ആര് എന്ന് ചോദിച്ചാൽ ഷാഫിയുടെ പേരാണ് മാധ്യമങ്ങൾ പറയുന്നത്. അത് ശരിയുമായിരിക്കണം, തെറ്റാണ്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ആരോ നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, വാർത്തകൾ വന്നതും അതിനൊക്കെ ഉപരി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാര്, കോൺഗ്രസിനകത്തെ സ്ത്രീകളെല്ലാം ഒന്നടങ്കം ഉമാ തോമസിലെയുള്ള ആൾക്കാർ പുറത്താക്കണമെന്ന് തന്നെ പറഞ്ഞു, ഇല്ലേ? അങ്ങനെ പറഞ്ഞൊരു KC വേണുഗോപാലിന്റെ ഭാര്യയൊക്കെ പ്രതികരിക്കുന്ന ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ ഭാര്യ പ്രതികരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഷാഫിയിൽ നിന്ന് ഒരു രാഹുൽ മാങ്കൂട്ട അനുകൂല നിലപാട് KPCCക്ക് അകത്തുണ്ടായി എന്നുള്ളതാണ് ഇന്നലെ കണ്ടതിന്റെ ആ എപ്പിസോഡിന്റെ പ്രശ്നം. അതല്ല ഇവിടുത്തെ അടിസ്ഥാനപരമായ നേരിടുന്ന ഷാഫിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയം. ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്ന ജനറൽ ഇംപ്രഷൻ ഈ നാട്ടിലുണ്ട്. അത് ഒരു സ്ത്രീയോട് മോശം ചെയ്തു എന്ന് കരുതുന്ന അതിന്റെ തെളിവുകൾ പാർഷ്യലായെങ്കിലും നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നു, മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ആ ചോദ്യ ശരങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുകയും അതിനകത്ത് ഒരു കാര്യം മാത്രം പിക്ക് ചെയ്ത് പ്രതികരിക്കുകയും ചെയ്തു. അതൊരു പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെ അദ്ദേഹം തന്നെ ഏതാണ്ട് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഷാഫി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കണം? കാര്യം ഷാഫിക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഇല്ലീഗാലിറ്റി കാണിച്ച ആളെ എൻഡോഴ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഷാഫി എന്തുകൊണ്ട് ഈ പറയുന്ന ആളുടെ കൂട്ടത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ പരസ്യമായ നിലപാട്, അല്ലെങ്കിൽ KPCCക്ക് അകത്ത് നിലപാടെടുക്കണം എന്നുള്ള ചോദ്യം വരുന്നു. കൂടാതെ നോക്കൂ, ഷാഫി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതൊരു വലിയ പ്രശ്നമല്ലേ? ഈ പറയുന്ന വി ഡി സതീശൻ ആദ്യം പ്രതികരിച്ചു. ഓരോ ആൾക്കാരും KPCCക്ക് അകത്തുള്ള എല്ലാ സ്ത്രീകളും ഒന്നടങ്കം ഒരുപോലെ പ്രതികരിച്ച ഒരു വിഷയത്തിൽ നിങ്ങളുടെ സൗഹൃദമുള്ള നിങ്ങൾ ഫീൽഡ് ചെയ്ത പാലക്കാട് നിങ്ങളുടെ പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ ജയിപ്പിച്ചെടുത്ത എല്ലാവരും എതിര് നിന്നപ്പോഴും നിങ്ങൾക്ക് ഇയാളെ മതി എന്ന് പറഞ്ഞ് ഈ ആറന്മുള പോലെ അല്ലെങ്കിൽ അടൂരിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് ജയിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതിൽ എന്തുകൊണ്ട് ഇദ്ദേഹം പ്രതികരിക്കുന്നില്ല? ആ പ്രതികരണം ഇല്ലായ്മ ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ പുറയിലോട്ട് പോകുന്നു, ഇതൊക്കെ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിന്ന് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യണം. അത് KPCC പ്രസിഡന്റിനാണെങ്കിലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും ഓരോരുത്തർക്കും ഇതിനെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഇന്നലെ കണ്ടത് ഒരു വ്യക്തമായ നാടകമാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിൽ കൂടുതൽ ഒരു കാര്യം അതിനകത്ത് ഇല്ല. അത് വ്യക്തമായ നാടകമാണ്. അതിൽ നിന്ന് മാറേണ്ടതായിട്ടുള്ള ആവശ്യം കോൺഗ്രസ് ഈ ICUവിൽ ബെഡിൽ കിടക്കുന്ന കോൺഗ്രസ്, വായു വലിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ആവശ്യം എന്ന് മാത്രമേ ഞാൻ അതിനെ കണക്കാക്കുന്നുള്ളൂ.